നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 20-ാം തീയതി അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ച് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഉൾപ്പെടെ ഏകദേശം 3000 പേരാണ് പമ്പയിൽ വെച്ച് നടക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുകയും ഇതുപോലുള്ള ഒരു അയ്യപ്പ സംഗമം അവിടെ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് അവർ ദേവസ്വം കമ്മിറ്റിയോട് അറിയിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെപ്റ്റംബർ 20-ാം തീയതി അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ച് നടത്തുന്നത്. അവിടെ വരുന്ന അയ്യപ്പന്റെ ദർശനത്തിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെയും അതുപോലെ തന്നെ അവിടെ വരുന്ന എല്ലാ ഭക്തന്മാർക്കും അവിടുത്തെ സൗകര്യം ഒരുക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പമ്പയുടെ തീരത്ത് വെച്ച് നടക്കുന്ന ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. ഏകദേശം 3000-ഓളം പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ പല ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പല പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു പ്രതിനിധികൾ ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. 3000 പേരാണ് ഇതിൽ മൊത്തം പങ്കെടുക്കേണ്ടി വരുന്നത്. അയ്യപ്പ ദർശനത്തിന് വരുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ ശബരിമലയിൽ നല്ല രീതിയിലുള്ള വികസനം ഉണ്ടാക്കുന്നതിനും ഈ അയ്യപ്പ ദർശനത്തിന് വരുന്നവരുടെ എണ്ണം കൂടുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇതൊരു മുതൽക്കൂട്ടാകുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പ സംഗമം പ്രധാനമായിട്ടും ചേരുന്നത്. അത് യഥാർത്ഥ ഭക്തരുടെ ഒരു കൂട്ടായ്മയാണ്. ഇപ്പോ RSSും അതുപോലെ തന്നെ BJPയും കോൺഗ്രസും ഇതിനെ ഈ അയ്യപ്പ സംഗമത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നുള്ള ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ അവിടെ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നത്. എന്നാൽ ആ കോടതി തന്നെ തിരിച്ച് സുപ്രീം കോടതിയിൽ ആ കേസ് ഇരിക്കുന്നതിനാൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ സർക്കാർ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. കോടതി എന്താണോ പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് കേരള സർക്കാർ മുന്നോട്ട് പോയത്. ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ RSSനും BJPക്കും അതിന് പ്രത്യേകം ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നു. അതെല്ലാം തൽക്കാലത്തേക്ക് ഒടുങ്ങുമെങ്കിലും ഈ അയ്യപ്പ സംഗമം വീണ്ടും അവർ ഇത് രാഷ്ട്രീയ ലക്ഷ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ഇവിടെ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ CPM ആണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഇവിടെ ശ്രവിക്കാം. ഓരോരാളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടല്ലോ അയ്യപ്പ സംഗമം തീരുമാനിച്ചത്. ദേവസ്വം ബോർഡാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികൾ.
ഒന്നുകൂടി ഞാൻ പറയാം. മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന്. അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. വിശ്വാസികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസികൾക്കൊപ്പമാണ് CPIM. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യത്തോടെ എങ്ങനെയാണ്? അല്ല, ആ ഡിമാൻഡിന് മേലെ വെച്ചിട്ടുള്ളല്ലോ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എനിക്കതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം. ഞങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. CPIM ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞത് മനസ്സിലായില്ലേ? ആരോടൊപ്പം? അതിലെ കോടതി വിധിയും കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അതിലൊന്നും ഇപ്പം കടന്നു പോകേണ്ട യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക്. ഒറ്റ സംശയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് നടന്ന ആ യുവതി പ്രവേശനം, അന്ന് അവിടെ ദർശനം നടത്തി, അത് തെറ്റായി പോകുന്നു. ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ്. പിന്നെ അതിന്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതിന് വേറെ ആളെ നോക്കുന്നതല്ലേ. പിന്നെ മറ്റൊരു കാര്യം, ഈ വൈശാഖൻ ഉൾപ്പെടെയുള്ള ഒരു കാലത്ത് ഡിവൈഎഫ്ഐയിലേക്കും അതിശക്തമായ രീതിയിൽ ഒരു പൊതുധാരയിൽ നിറഞ്ഞ നാള് അവർ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? അതെല്ലാം പാർട്ടി സംഘടനാപരമായ തീരുമാനമാണ്, വരേണ്ടതാണ്. അല്ല, അങ്ങനെ ഒരു നീക്കം അതല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. മലയാളത്തിലെ പറയുന്നത്. നമുക്കറിയാം. അതന്നെ ഞാൻ പറഞ്ഞത്. അതെല്ലാം പാർട്ടി സംഘടനാപരമായ കാര്യങ്ങളാണ്. ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ്. അതായത് സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങളോടിപ്പം പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ വെറുതെ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘടനാപരമായ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും പലതും. അത് ഞാൻ എന്നോട് പറഞ്ഞാലേ അത് ശരിയാവുമോ? നിങ്ങൾ കേൾക്കണം. ഞാൻ യുവതി പ്രവേശനം ആദ്യമായി വിട്ടു. ഞാൻ വിട്ടു. ഇനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഗവർണർക്ക് അതിൻ്റെ അവകാശമുണ്ടല്ലോ, സമീപിക്കട്ടെ. അപ്പോൾ സുപ്രീം കോടതി തീരുമാനിക്കുമല്ലോ. വർഗീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഗവർണർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ബോധപൂർവ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണതെല്ലാമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് പോയി. കോടതി കൃത്യമായൊരു നിലപാട്, ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ ഒന്നായിട്ട് വന്നു. അപ്പോഴാണ് അതിൻ്റെ അപ്പീലും കാര്യങ്ങളായിട്ട് പോകുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെ ആണ്. അതിലൊന്നും ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഭൂരിപക്ഷ പ്രീണനാണ് അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതാണ് മറ്റൊരു ആരോപണം. അത് ഈ വർഗീയവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു വിശ്വാസത്തിനെതിരായ നിലപാട് ഇന്നലെ ഞങ്ങൾ എടുത്തില്ല, ഇന്നും എടുക്കുന്നില്ല, നാളെ എടുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിശ്വാസികളുടെ സമീപനം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും വിശ്വാസികളാണ്. വിശ്വാസികളെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത്. വർഗീയവാദികൾക്ക് എന്തില്ല? വിശ്വാസമില്ല. അതാ കാര്യം. ആ തിയറിയാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് പോകണം വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ. ആ നിലപാടാണ് വിശ്വാസി. ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കി പറയണം. വെറുതെ എന്തെങ്കിലും വർത്താനം തോന്നിയിട്ട് പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത് പിന്നെ പറയണ്ട. മനസ്സിലായില്ലേ? വിശ്വാസികൾക്കൊപ്പം വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് വർഗീയവാദികളെ ശക്തിയായ രീതിയിൽ പ്രതിരോധിക്കേണ്ടത്. വ്യക്തമായില്ലേ? ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ 3000 പേർക്കാണ് ഇത് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് വിവിധ രാജ്യങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുടെ കൂട്ടായ്മ കൂടുകയാണെങ്കിൽ അതനുസരിച്ച് വീണ്ടും ഇതിന്റെ പ്രതിനിധികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. കാര്യം സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തണമെന്ന് ദേവസ്വം കമ്മിറ്റിയോട് ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ കൂടിയുള്ള അയ്യപ്പ ഭക്തന്മാർ
ഏറ്റവും കൂടുതലുള്ള വിവിധ രാജ്യങ്ങളിൽ മലയാളികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുണ്ട്. അപ്പൊ അയ്യപ്പൻ ഭക്തന്മാരുടെ ആ കൂട്ടായ്മകളെല്ലാം കൂടി നിലവിൽ വരുന്നതനുസരിച്ച് ഇതിന്റെ എണ്ണം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ അയ്യപ്പ സംഗമം ഒരു ചരിത്ര സംഭവമാകാൻ സാധ്യത വളരെ കൂടുതലാണ്.